അസ്സലാമു വലൈക്കും അസ്സലാം. സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എന്തായാലും അബുദാബി ഇന്ത്യൻ ഇസ്ലാം സെന്റർ സാഹിത്യപാതിന്റെ കീഴിലുള്ള ലൈബ്രറിയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷം. എന്തായാലും മോമാലിക്ക പ്രവാസിയാണ്. ഒരുപാട് കാലത്തെ പരിചയങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൂടാതെ പ്രവാസത്തിന്റെ എല്ലാ രേഖകളും ഒപ്പിയെടുത്തിട്ട് അത് ഒരു കഥയാക്കിയിട്ട്, കഥയല്ല, നിങ്ങളുടെ അനുഭവത്തിൽ തന്നെ വന്നിട്ടുള്ള ഒരു കഥ, ഒരു നോവലാണ് മുന്തയ എന്നുള്ളത്. അതിന്റെ കഥാകൃത്താണ്. അതുപോലെ കൈമയിൽ ഇഫ്താർ എന്ന് പറഞ്ഞിട്ട് പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥ കൂടെ ഉണ്ടല്ലോ. നിങ്ങളെ ഈ എഴുത്ത് ജീവിതത്തിനെ പറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ഇൻട്രൊഡക്ഷൻ തരണം ആദ്യം. എഴുത്ത് ജീവിതം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ നേരത്തെ ജാഫർ സാഹിബ് പറഞ്ഞത് മാതിരി ഞാൻ ഇവയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് 29 വർഷമായി. അപ്പോൾ ആദ്യ കാലങ്ങളിലൊന്നും നമുക്കിങ്ങനെ ഒരു എഴുതുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കാലക്രമേണ നമ്മുടെ ആ ഒരു വലിയ പ്രവാസത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്കിനിടയിൽ ഞാൻ എവിടെയൊക്കെ എന്നെ മറന്നു വെച്ചിരുന്നു. പലരും സാഹിത്യത്തിൽ അങ്ങനെ നമ്മുടെ സാധാരണ ഇന്നത്തെ സോഷ്യൽ മീഡിയ എഴുത്തുകാരിൽ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഞാനത് അറിയാതെ എൻ്റെ മനസ്സിൽ വന്നതാണ്. ഞാനങ്ങനെ പ്രത്യേകിച്ച് അത് എടുത്തു പറയാറില്ല. പക്ഷേ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അങ്ങനെ ഒരു വലിയ രീതിയിൽ എഴുതുകയോ അങ്ങനെയുള്ളൊരു ശീലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് ഈ ഒരു പ്രവാസത്തിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ കെട്ടുപാടുകളൊക്കെ ഒരു മൂർധന്യാവസ്ഥ എന്നൊക്കെ പറഞ്ഞില്ല, നമ്മളിങ്ങനെ ഒരു സെറ്റിൽ ആവാനുള്ള അതൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയ സമയത്ത്, ഒരിക്കലും ഫ്രീ ആവുന്നില്ല, പക്ഷെ നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കാൻ തുടങ്ങി, അങ്ങനെ സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങി. സോഷ്യലൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ KMCC പോലെ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അതിൽ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഓരോ പരിപാടി നമ്മുടെ ചുമതലകളുടെ ഭാഗമായതും അല്ലാതെയും എന്തുകൊണ്ടോ അതിൻ്റെ അന്നത്തെ നേതാക്കന്മാരിൽ ചിലരൊക്കെ എന്നോട് പറയും, ഒരു പരിപാടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു യോഗം കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് എഴുതാൻ വേണ്ടി പറയും. പക്ഷെ എൻ്റെ ചുമതല ആയിരിക്കില്ല. പക്ഷെ എന്തുകൊണ്ട് എന്നോട് അത് പറയും. ഞാനതിന് യാതൊരു തരത്തിലും എൻ്റെ പണിയല്ല എന്ന് പറയാതിരിക്കും, അങ്ങനത്തെ ഒന്നുമില്ല. വളരെ അച്ചടക്കത്തോടു കൂടി സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് എഴുതുകയും അത് അന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അത് സർക്കുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് ഇവിടെയുള്ള എഴുത്ത് എന്ന് പറയുന്നത്. ഇവിടുന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്ന മുഹമ്മദ് അലി മാങ്കടവ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ രൂപപ്പെട്ട് വരുന്നത് സ്വാഭാവികമായും അതിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് അതില്ല. അതിൽ എനിക്ക് മറക്കാൻ പറ്റാത്തത് നമ്മുടെ അന്നത്തെ അഴീക്കോട് മണ്ഡലം KMCCയുടെ പ്രസിഡന്റായിരുന്ന ET മുഹമ്മദ് സുനീർ സാഹിബ്, അദ്ദേഹമാണ് പ്രധാനമായും അത് ചെയ്യിക്കുന്നത്. നമ്മൾ പരിപാടികൾ ഒരുപാട് നടത്താറുണ്ടായിരുന്നു. മിക്കവാറും പരിപാടികളിൽ റിപ്പോർട്ട് എഴുതുന്നതും ഞാനായിരുന്നു. പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ എനിക്ക് കൃത്യമായ വർഷം ഓർമ്മയില്ല ഫേസ്ബുക്കിൽ അംഗമായിരുന്നു. പക്ഷെ ഫേസ്ബുക്കിൻ്റെ ആ ഒരു ശല്യം കാരണം പിന്നെ ഞാൻ ഫേസ്ബുക്ക് ഡീആക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും എനിക്ക് തോന്നി ചില കാര്യങ്ങളൊക്കെ എനിക്ക് പൊതു സമൂഹത്തിനോട് സംസാരിക്കാനുണ്ട്, പറയാനുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ എഴുതി തുടങ്ങിയപ്പോൾ എന്നെ അറിയുന്ന പലരും ഇങ്ങനെ ഒരാളാണോ, അപ്പോൾ ചിലരൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും, ടെലിഫോണിൽ വാട്സാപ്പിലൂടെ മെസ്സഞ്ചറിലൊക്കെ കോൺടാക്ട് ചെയ്യാൻ നന്നായിട്ട് എഴുതുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു പ്രോത്സാഹനമായി. അങ്ങനെയാണ് പിന്നെ ഫേസ്ബുക്കിലൂടെ വന്ന എഴുത്ത്. ഞാൻ നാട്ടിൽ ഒരു തവണ പോയ സമയത്ത് പിന്നെ ഞാൻ എപ്പോഴും അത് പല വേദികളിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത് മറക്കാൻ പറ്റാത്തതുകൊണ്ട്. കാരണം എൻ്റെ ലൈഫിലെ ഈ ഒരു എഴുത്ത് ലൈഫിലെ ഒരു സ്പാർക്ക് എന്ന് പറയുന്നത് എൻ്റെ ഒരു ക്ലാസ്മേറ്റാണ്. ഓക്കെ, പലരും സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും ഒരു എഴുത്തിൻ്റെ വഴിയിലേക്ക് ഒരു സ്പാർക്കായിട്ട് ഇട്ട് തരുന്നത് പിന്നെ നാസില എന്ന് പറഞ്ഞ എൻ്റെ ഒരു ക്ലാസ്മേറ്റാണ്. നാസിലാൻ്റെ ഹസ്ബൻഡ് മാധ്യമത്തിൻ്റെ ഒരു വലിയ പ്രവർത്തകനാണ്. എനിക്ക് കൃത്യമായി അദ്ദേഹത്തിന്റെ പദവി എന്താണെന്ന് അറിയില്ല. ഒരു പക്ഷേ ഈ വീഡിയോ സർക്കുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരു പക്ഷെ അദ്ദേഹത്തിന് കെറിവ് തോന്നുന്നു, എനിക്കറിയില്ല. പദവി കൃത്യമായിട്ട് ഓർമ്മ കിട്ടില്ല. എന്തായാലും നല്ലൊരു പദവിയിൽ ഇരുന്ന ഒരു വ്യക്തിത്വമാണ് CK ജബ്ബാർ എന്ന് പറയുന്നത്. ഇപ്പോഴും ഫേസ്ബുക്കിൽ അദ്ദേഹം ആക്റ്റീവാണ്. ഞാൻ അദ്ദേഹത്തെ വായിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ എന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഒരു സ്ഥലത്ത് നാട്ടിലെ ഗ്രാമത്തിൽ നമ്മൾ പരസ്പരം കാറ് അങ്ങനെ പിന്നെ പാർക്ക് ചെയ്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനും ഇറങ്ങുന്നു, അവരും ഇറങ്ങുന്നു. അപ്പോൾ അവർ എന്നെ കാണുന്നപ്പോൾ എൻ്റെ ഫാമിലി ഉണ്ട്, അവരുടെ ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ പരിചയപ്പെടുത്താണ്, ഇത് മുഹമ്മദ് അലി, എൻ്റെ കൂടെ പഠിച്ചാണ്, ഇപ്പം നന്നായിട്ട് എഴുതും കേട്ടാന്ന്. അടുത്തത് പറയാൻ അങ്ങനെയാണ് നമ്മുടെ കണ്ണൂർ ഭാഷയിൽ, ഇത് നന്നായിട്ട് എഴുതും കേട്ടത്. ഞാൻ ഞെട്ടി ഞാനങ്ങനെ പറഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റും, അതുകൊണ്ടത് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നാണ്. അപ്പോൾ ജബ്ബാർക്ക് എൻ്റെ അടുത്ത് ഇതേമാതിരി സംസാരിച്ചു, നല്ലത് തന്നെ, അങ്ങനെ മറ്റു പരിചയപ്പെടും, അങ്ങനെ പോയി. ഇതിലാണ് സത്യം പറഞ്ഞതിൻ്റെ ഒരു സ്പാർക്ക് ഉണ്ട്. എഴുത്ത് വഴി ചോദിച്ചാൽ ഞാൻ കുറേ നീണ്ടുപോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഫേസ്ബുക്കിൽ ഞാൻ കുറച്ച് എഴുതിയ കാര്യങ്ങൾ, അങ്ങനെ ഞാൻ യാദൃശ്ചികമായിട്ട് നല്ലെഴുത്ത് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ തന്നെ നാസില ചേർക്കുകയാണ്. നല്ലെഴുത്ത് എന്ന് പറയുന്ന സാഹിത്യ കൂട്ടായ്മയിൽ. അങ്ങനെ അതിൽ ചേർന്നതിന് ശേഷം പിന്നെ എനിക്കറിയില്ല എവിടുന്നാണ് എനിക്ക് ഇത്രയധികം എഴുതാൻ പറ്റുന്നത്, എനിക്ക് പോലും അറിയില്ല. ഞാൻ ഓരോ സംഭവങ്ങളും ഒരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിനൊരു കഥയാക്കി എഴുതും.
അത് എൻ്റെ അനുഭവത്തിന്റെ ത്രെഡാവാം. ആ ത്രെഡിൽ നിന്നും അതിൽ തന്നെ കുറെ തമാശ കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ കൊറോണ സമയത്തുള്ള ചില തമാശകൾ, പിന്നെ 28ാമത്തെ കുളി എന്നെല്ലാം പറഞ്ഞിട്ടുള്ള, അപ്പൊ ആള് ടൈറ്റിൽ നമ്മളതൊരു വളരെ ശ്രദ്ധേയമായ അപ്പോൾ അങ്ങനെ കുറെ തമാശ കഥകൾ എഴുതിയിട്ടുണ്ട്. അതിൽ എന്റെ പ്രധാനപ്പെട്ട കഥാപാത്രം തമാശ കഥകൾ പറഞ്ഞാൽ ഉമ്മർ കുൽസു എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. അത് ആ ഒരു സീസണിനെ കുറച്ച് എഴുതിയിട്ടുണ്ട്. പലരും എന്നോട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറയാറുണ്ട് ഗ്രൂപ്പിൽ. അതങ്ങനെ എഴുതി അങ്ങനെ മറ്റു സീരിയസ് ആയിട്ടുള്ള കഥകൾ അങ്ങനെ എന്താണോ ത്രെഡ് കിട്ടുന്നത് അതൊക്കെ പിന്നീട് കഥകളായി ഡെവലപ്പ് ചെയ്ത് വരികയായിരുന്നു. അതോടുകൂടി എനിക്ക് ആ ഗ്രൂപ്പിൽ നിന്നും നല്ല പ്രോത്സാഹനം കഴിച്ചു. ആ ഗ്രൂപ്പിന്റെ പിന്നെ ചീഫ് അഡ്മിന്മാരായ ഉണ്ണി മാധവൻ മാഷ്, അതുപോലെ പ്രേംകുമാർ മാഷ്, അതുപോലെ ഷൗക്കത്ത് മെയ്തീൻ, അങ്ങനെ ആരൊക്കെയാണോ അതിൽ സീനിയർ ആയിട്ടുണ്ടായിരുന്നത് എല്ലാവരും വളരെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും എനിക്കൊന്നും ഒരു 200-250 കഥകൾ ഞാൻ എന്തായാലും അതിനകത്ത് എഴുതിയിട്ടുണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അത് എനിക്ക് കൃത്യമായി ഓർക്കുന്നില്ല. പക്ഷെ ഇപ്പം കുറേ ആയിട്ട് എനിക്ക് ആ ഒരു കണ്ടിന്യൂഷൻ, ആ ഒരു മൊമെന്റിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം, നമ്മൾ വലിയ തിരക്കിലായി പോയത് കാരണം വായന ഒരുപാട് കുറഞ്ഞ് ഒരവസ്ഥ. ഞാൻ നേരെ ഏറ്റു പറയണം, അത് വീഡിയോയിൽ വരണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. വായന കുറഞ്ഞെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു ഫ്ലോയിൽ വരുന്നതാണ്. ഓക്കെ, ഒരു പരിധി വരെ പഴയ പോലെ വായിക്കാൻ പറ്റാത്തതുകൊണ്ട് എഴുത്തും കുറച്ചിട്ടുണ്ട്. നല്ലോണം വായിച്ചാലേ നല്ലോണം എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെയാണ് കടന്നു വന്നത്. അപ്പൊ അതിനകത്ത് നിന്ന് കുറച്ച് കഥകൾ, ഒരു 50% കഥകൾ അതിനകത്ത് നിന്ന് എടുത്തു. പിന്നെ ബാക്കി 50% പുതുതായിട്ടുള്ള കഥകളൊക്കെ കൂടിയാണ് ആദ്യത്തെ പുസ്തകം കൈമേലെ ഇഫ്താർ ഇറങ്ങി. അതിൽ പ്രവാസവും അല്ലാത്തതും, ഇപ്പം നേരത്തെ ജാഫർ സാഹിബ് പറഞ്ഞതുപോലെ പ്രവാസത്തിന്റെ ഒരു പകുതി കഥകളുണ്ട്, പ്രവാസം അല്ലാത്ത കഥകളുണ്ട്. എൻ്റെ അനുഭവങ്ങൾ സ്വാധീനിച്ചതുണ്ട്, മറ്റുള്ളവരുടെ അനുഭവങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്, അതുപോലെ ഞാൻ കണ്ട പ്രവാസമുണ്ട്, അങ്ങനെ പ്രവാസ ജീവിതം. അപ്പൊ അതൊക്കെ കൂടി തന്നെയാണ് ഇത് ആദ്യത്തെ കൈമേലെ ഇഫ്താർ എന്ന് പറഞ്ഞ പ്രസിദ്ധീകരിക്കുന്നത്. അതാണ് എഴുത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. എൻ്റെ ആൻസർ ഒരുപാടായി. ഇനി ചോദ്യം. പിന്നെ ഈ ജോലി തിരക്കിനിടയിലേ നേരത്തെ പറഞ്ഞു വായനയുടെ കാര്യം, വായന ഒഴിവാക്കിയിട്ട് നമ്മൾ എഴുത്തിനെ പറ്റി സംസാരിക്കാൻ പറ്റില്ല. ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് വീണ്ടും, വായന ഇപ്പോഴും ഉണ്ടോ? വായനക്ക് സമയം കണ്ടെത്താറുണ്ടോ? വായനക്ക് സമയം കണ്ടെത്താറുണ്ട്. ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ നമ്മുടെ സഹപ്രവർത്തകൻ ജുബൈറിന്റെ ആനക്കരയാണ്. കാരണം ഞാൻ അന്ന് എനിക്ക് ലാസ്റ്റാണ് പുസ്തകം കിട്ടിയത്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി അഥവാ ഒരു ദിവസം മിസ്സായിപ്പോയാൽ എനിക്കത് വലിയൊരു ഒരു ഖേദം തോന്നാറുണ്ട്. അയ്യോ, ഇന്ന് ഞാൻ വായിച്ചില്ലല്ലോ എന്നുള്ള ഒരു ഖേദം എനിക്ക് ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഞാൻ എഴുത്തും, ഞാൻ കിട്ടുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ള ത്രെഡുകൾ അതേപോലെ തന്നെ എവിടെയെങ്കിലും ആയിട്ട് ഞാൻ അത് കുറിച്ച് വെക്കും. പിന്നീടാണ് അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ശീലമുള്ളത്. അപ്പോൾ ഈ വായന എന്ന് പറഞ്ഞ വായനക്ക് എന്തായാലും ഞാൻ സമയം കണ്ടെത്തും. എങ്ങനെയൊക്കെ ആയിട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഞാൻ പല സുഹൃത്തുക്കളോടും പങ്കുവെക്കുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ പറയില്ല, നമുക്ക് ചിലർ പറയും ഞാൻ ഇങ്ങനെ കണ്ടെത്താൻ, ചിലർ പറയും, ഞാൻ പറയും എൻ്റെ ശീലം ഇങ്ങനെയുണ്ട്. അപ്പോൾ അത് നല്ല ശീലമാണ്. അത് ഒരു കാമണിക്കൂർ വായിക്കുക, കാമണിക്കൂർ എഴുതുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ശീലമുള്ള കാര്യം തന്നെയാണ്. ഞാൻ എന്തായാലും വായനക്ക് നല്ലൊരു പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതിന് സമയം കണ്ടെത്താൻ വേണ്ടി ഉറപ്പായി ഞാൻ ശ്രമിക്കാറുണ്ട്. പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ സീരീസ് ആയിട്ട് ഇങ്ങനെ എഴുതിയിരുന്നു, അതോ ഗ്രൂപ്പ് എഴുതിയിരുന്നല്ലേ, അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? അതോ അതെങ്ങനെ? അതാണ് എൻ്റെ ഞാൻ ഒരിക്കലും ഈ അടുത്ത കാലത്ത് ഈ പേനയും കടലാസ് ഉപയോഗിച്ച് ഞാൻ എഴുതുന്നില്ല. അതെ, അപ്പൊ നിങ്ങളെങ്ങനെ എഴുതുന്നതെന്ന് ചോദിക്കും. സ്വാഭാവികമായ ചോദ്യമാണ്. അങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങളെ മനസ്സിലാ ചോദ്യം ഉണ്ടോ? ഞാൻ ഡയറക്റ്റ് മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിൽ വരുന്നത് അപ്പൊ തന്നെ, പ്രധാനമായി ഓഫീസ് സമയമാണെങ്കിൽ ഓഫീസ് സമയത്തായാലും, അല്ലെങ്കിൽ തൽക്കാലം വേറെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് അത് പിന്നീട് മംഗ്ലീഷിലേക്ക് ടൈപ്പ് ചെയ്ത് വരുന്നതാണ്. അതിന്റെ ഒരു കളക്ഷനിൽ പറ്റുന്നത് ഈ കൈമേലെ ഇഫ്താർ. അതേപോലെ ബാക്കിയുള്ളതൊക്കെ ഫേസ്ബുക്കിലാണുള്ളത്. സത്യത്തിൽ ഞാൻ എവിടെയും അത് പ്രിന്റ് ചെയ്ത് വെച്ചൊക്കെ ഉണ്ടായിരുന്നു. അതുണ്ടാവും, വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും തന്നെ എൻ്റെ ഓർമ്മ. പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിനെ നമ്മള് അവഗണിക്കേണ്ടതില്ല. കാരണം വെച്ചാൽ ഇപ്പൊ ഞാനറിഞ്ഞൊരു കൂട്ടുകാരുണ്ട്, ഹനീഫ് തളിക്കുളം എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ അയാളെ ചെറിയ കുറിപ്പുകൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടേ, ആ കുറിപ്പുകൾ ഇങ്ങനെ വായിച്ചിട്ട് അവരെ ഈ പറഞ്ഞ പോലെ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാര്, എഴുത്തൊക്കെ ബന്ധപ്പെട്ടുള്ള ആൾക്കാർ അങ്ങനെ പറഞ്ഞു, അങ്ങനെ അതൊന്നൊരു പുസ്തകമായി കൂടെ, ഇത് കുറച്ചുകൂടെ ഹനീഫിന്റെ ആ ഒരു പുസ്തകത്തിന്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അദ്ദേഹം ദുബൈയിലാണ് ഇപ്പോഴുള്ളത്. അയാളൊരു പ്രവാസി എഴുത്തുകാരനാണ്. അപ്പോ അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ പാടെ ക്രോഡീകരിച്ചിട്ട് ഉള്ളൊരു പുസ്തകം ഇറക്കി. നല്ല രീതിയിലാണ് പോകുന്നുണ്ട്. ഷാർജയിലാണ്. അപ്പൊ സംഭവം എന്താ വെച്ചാൽ അങ്ങനെ ഒരു കളക്ഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേറൊരു പുസ്തകം, അപ്പൊ 2 പുസ്തകമല്ലേ പുറക്കിയിട്ടുള്ളത്, മൂന്നാമത്തെ ഒരു പുസ്തകത്തിലേക്ക് അങ്ങനെ ഒരു കാലുവെപ്പ് നടത്തിക്കൂടെ? മൂന്നാമത്തെ പുസ്തകം ഞാൻ എഴുതി തീർന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്, എഴുതി തീർന്നിട്ടുണ്ട്. അതിന്റെ അതൊരു നോവലാണ്. പ്രവാസത്തിന്റെ ചെറിയൊരു ശാഖ ഉണ്ടാകുന്നേ ഉള്ളൂ. അതിന്റെ എഡിറ്റിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം പുറത്തിറക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയുള്ള കാര്യമായ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഒമാനിക്ക ഇപ്പോൾ പ്രവാസം, ഇവിടെ ഗൾഫിലെ പ്രവാസം അതേപോലെ തന്നെ കാനഡയിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുത്തെയും അവിടുത്തെയും കൂടി പ്രവാസം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളെ
ഒരു ഫീലിംഗ് സാംസ്കാരികപരമായിട്ടും അതേപോലെ തന്നെ അല്ലെങ്കിൽ മറ്റുള്ള ഇവിടുത്തെ സോഷ്യൽ മറ്റുള്ള ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കൊരു ഫീലിംഗ്? വളരെ സന്തോഷം. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം കൂടിയാണത്. ഞാൻ കാനഡയിൽ ഒരു ഒരു വലിയ കാലയളവ് അങ്ങനെ സ്ഥിരമായൊരു ജീവിതം എനിക്ക് ഉണ്ടായി. ഞാൻ അവിടെ റെസിഡൻ്റ് ആയിരുന്നു. ഞാൻ പോയിട്ടുണ്ട്, പോകാറുണ്ട്. പോയപ്പോഴും ഞാൻ ഈ നമ്മുടെ വായനശാലയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ആദ്യം പറഞ്ഞു തരുന്ന ഒരു ആ കാലത്ത് ഞാൻ 2005 ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അന്ന് ജോബ് സെർച്ചിങ്ങും മറ്റങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി നമ്മളെ ഈ ഇമിഗ്രൻസിന്, അതായത് കുടിയേറ്റക്കാരൻ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട്. ഓക്കെ, അതേപോലെ അവർ ജോലി സംബന്ധമായ പരിശീലനത്തിനാണെങ്കിൽ അതിന്, അതേപോലെ ലാംഗ്വേജ്, പലർക്കും ലാംഗ്വേജ് വളരെ വീക്കായിരിക്കും. നമ്മൾ ഇവിടുന്ന് IELTS ഒക്കെ എഴുതിയിട്ടാണ് നമ്മൾ പോകുന്നത്. എന്നാലും അവിടുത്തെ ആ ഒരു ആക്സെന്റ് നമുക്ക് പിടിച്ചെടുക്കുക, അവർ സംസാരിക്കുന്നത് കാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചൊരു വിഷമം എന്തായാലും ഉണ്ട്. നമ്മളെ ജീവിത അന്തരീക്ഷത്തിൽ നമുക്കത് അത്ര പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എന്തിനത് പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഇതിന്റെ ആദ്യം കാണിച്ചു തരുന്നത്, ജോബ് നോക്കുന്നത് ആദ്യം കാണിച്ച ഒരു ലൈബ്രറിയാണ്. അപ്പോൾ നമ്മൾ ഈ ലൈബ്രറി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു എന്താ പറയാ, ഒരു സുഖവാസ കേന്ദ്രം പോലെ നമുക്കൊരു ഫീൽ ചെയ്യും. വളരെ ആകർഷകമായിട്ട് ഇഷ്ടം പോലെ പുസ്തകങ്ങളാണ്. നമ്മളിങ്ങനെ എന്താ പറയാ, നമ്മുടെ മുന്നിൽ ഒരുപാട് പുസ്തകം, ഈ വായന ഇഷ്ടപ്പെടുന്ന എന്റെ മുഖം നോക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പറയുമ്പോൾ നമുക്ക് ആ ഒരു വിഭവം ഇടല്ലോ, ഒരു വിഭവം മുന്നിൽ കിട്ടിയ സന്തോഷം ഉണ്ടാവില്ല. വ്യത്യസ്ത ലാംഗ്വേജുകളൊക്കെ നമ്മളെ ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മളെ പുസ്തകങ്ങൾ കിട്ടിയിരുന്നോ? മലയാളം പുസ്തകങ്ങളൊന്നും അങ്ങനെ ഇല്ല, അങ്ങനെ അധികം ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇംഗ്ലീഷ് പുസ്തകങ്ങൾ, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ അവിടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് വരുന്നത്, മെയിൻ ലാംഗ്വേജ് ആയിട്ട് വരുന്നത് ഫ്രഞ്ചാണ്. അതാണ് അവിടെ പൊതുവെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. പിന്നെ സാംസ്കാരികമായിട്ട് ഒന്ന് ഉദ്ദേശിച്ചതിൻ്റെ അവിടെയുള്ള പിന്നെ വളരെ നല്ല ലോക്കൽ ആൾക്കാരാണ്. ലോക്കൽ എന്ന് വെച്ചാൽ റെസിഡൻസ് ആണ് കൂടുതലും. നമ്മൾ ഈ കുടിയേറ്റക്കാരനാണ് അവിടെ ഉള്ളത്. നമ്മൾ ഒരു ശരിയായിട്ട് ഒരു ആദിവാസികളെ പോലെ കാണാന്ന് പറഞ്ഞ ഒരു യാത്രകളിലൊക്കെ അവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആൾക്കാർ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അവര് വളരെ നല്ല മനുഷ്യന്മാരാണ്. വളരെ കാലങ്ങളായിട്ട് താമസിക്കുന്ന ആൾക്കാർ, കൂടുതലും കളവ് പറയില്ല. അതേപോലെ വളരെ ബഹുമാന പുരസ്സരം നമ്മുടെ അടുത്ത് സംസാരിക്കുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പിന്നെ സബ്വേയിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു, അതിൽ ഒരു പകുതിയിലോളം ആൾക്കാർ പിന്നെ ലിംഗഭേദമന്യേ അവരുടെ കയ്യിൽ പുസ്തകം ഉണ്ടാവും. ഞാൻ വെറുതെ പറയല്ല. ഇന്നിപ്പോ ഇന്നത്തെ ഈ ഒരു ദിവസം ഞാൻ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം സംസാരിക്കുമ്പോൾ എത്രമാത്രം അത് ഇപ്പോഴും ഉണ്ട് എന്ന് എനിക്കറിയില്ല. അത് അന്വേഷിച്ചിട്ടില്ല ഞാൻ. പക്ഷെ ഞാൻ കാണുന്ന സമയത്തൊക്കെ ഒരു ലോങ് റൂട്ട്, ഇപ്പൊ ചിലപ്പോൾ 2-3 ബസ് ക്യാച്ച് ചെയ്തിട്ടായിരിക്കും നമുക്കൊരു സ്ഥലത്തിന്. കാരണം വലിയ രാജ്യമാണ്, ചെറിയ പ്രോവിൻസ് പോലും നമ്മുടെ സംസ്ഥാനത്തെക്കാളും വലിയൊരു ഏരിയ എന്ന് പറയുന്നത്, ഒരു പ്രോവിൻസ് പോലും. ഞാൻ താമസിച്ച പ്രോവിൻസ് ഒന്റാരിയോ എന്ന് പറയുന്നത് ടൊറോണ്ടോ സ്ഥിതി ചെയ്യുന്ന പ്രോവിൻസ്. അതിൽപ്പോലും കൂടുതൽ പിന്നെ പോകേണ്ടി വരും. ചിലപ്പോൾ ഞാൻ ആ കാലത്ത് ജുമാസ്കരിക്കാൻ വേണ്ടി 2 ട്രെയിൻ എടുത്തിട്ടായിരുന്നു പോയിരുന്നത്. വെള്ളിയാഴ്ച മാത്രമേ പള്ളിയിൽ പോകാൻ കഴിയും. ഞാൻ പോയ സമയത്ത് അത് സെറ്റിലാകുന്നതിന് ആ ഒരു വിഷമം ഉണ്ടാവില്ല. തുടക്കക്കാലത്ത് നമ്മൾ ആൾക്കാരായിട്ട് പരിചയമാകുന്നതിനൊക്കെ ഉള്ള, അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ മലയാളികളൊക്കെ പരിചയപ്പെട്ട് വരുന്നതിന് മുമ്പായിട്ട് മറ്റ് നാഷണാലിറ്റി ആൾക്കാരെല്ലായിരുന്നു സമീപിച്ചത്. അപ്പോൾ അവരിപ്പം നമ്മൾ ഒരു റെസ്പെക്ട്, ഒരു മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണന അല്ലാതെ വേറെ ഒരു പരിഗണനയും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ സ്വാധീനിക്കപ്പെടുന്നില്ല. എന്ത് കാര്യം, ഞാനിപ്പോൾ ആദ്യമായിട്ട് ഞാൻ ജുമാക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നത് എൻ്റെ പിന്നെ ലാൻഡ് ലോഡിൻ്റെ, അതായത് ഞാൻ ആരോട്ടത്തിൽ താമസിക്കുന്ന അവരെ ആ ലാൻഡ് ലോഡ് എനിക്ക് പറഞ്ഞിരുന്നു. അയാൾ ശരിക്കും ബേസിക്കലി എസ്റ്റോണിയക്കാരനാണ്, പക്ഷെ അയാൾ കനേഡിയനാണ്. അയാൾ എനിക്ക് മാപ്പ് നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഈ സബ് ഇന്ന് ഈ ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇന്ന കോർണറിൽ മസ്ജിദ് ഉണ്ട്, ആ മസ്ജിദിൽ ഇങ്ങോട്ട് പോകാൻ ആരാ പറഞ്ഞിരുന്നത്? നമ്മുടെ. അപ്പൊ അങ്ങനെ ഇല്ല എനിക്ക് സംസാരിക്കുമ്പോൾ എല്ലാം വന്നു, അല്ലാതെ നമുക്ക് വരികയും ചെയ്യില്ല. നല്ല പണിയാണ്. അപ്പോ അങ്ങനെ വളരെ സംസ്കാര സമ്പന്നമായ, എവിടെ പോലെ നമ്മളെ സാർ എന്നൊക്കെ വിളിച്ച് അഭിസംബോധന ചെയ്യും, അതേപോലെ നമ്മൾ ആ ശീലത്തിലേക്ക് പോകും. പക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സംസ്കാരവും ഉണ്ട്. അതിപ്പോ ഈ ഒരു അവസരത്തിൽ വിശദീകരിക്കേണ്ടതാണെന്ന് എനിക്ക്. നാട്ടിലുള്ള സമയത്ത് ലൈബ്രറിയിലോട്ടും മറ്റുള്ള കാര്യങ്ങളോട്ടും എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഉറപ്പായും ഉണ്ടായിട്ടുണ്ട്. ഞാൻ കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ നമ്മുടെ പഞ്ചായത്ത് ലൈബ്രറി ആയിട്ട് ഞാൻ സ്ഥിരമായിട്ട് മെമ്പറായിരുന്നു. സ്ഥിരമായിട്ട് പുസ്തകം എടുക്കാറുണ്ട്. ഒരു വടകരക്കാരൻ ലൈബ്രറിയനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു സ്വഭാവം, നല്ലൊരു പുസ്തകത്തിനോട് ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാ സഹായം, അന്ന് ഈ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഒന്നും ഇല്ലാത്ത ഒരു കാലത്താണ് ഞാൻ പുസ്തകം വായിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ണൂർ ഡിസ്ട്രിക്ട് ജവഹർലാൽ നെഹ്റു ലൈബ്രറി ഉണ്ട്. ഇപ്പം അതിന്റെ പേര് മാറിയോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. യോഗശാല റോഡിന് ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ ഞാൻ അംഗമായിരുന്നു, ഡിസ്ട്രിക്ട് ലൈബ്രറി. അതിനൊക്കെ നമുക്ക് എന്ത് വേണോ, ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറെ കൗൺസിലൊക്കെ നമുക്ക് റെക്കമെൻഡേഷൻ വേണം. എന്നിട്ട് ഞാൻ ഇപ്പോൾ നാട്ടിൽ പ്രവാസത്തിൽ പോയി കഴിഞ്ഞാൽ
ഞാൻ ഉറപ്പായും ഞാൻ ഏത് ഭാഗത്താണോ ഉള്ളത് ആ ഭാഗത്ത് ഞാൻ ലൈബ്രറിയിൽ പോയിരിക്കും. ഇപ്പം എൻ്റെ അഴീക്കോട് ഭാഗത്താണ് ഞാനിപ്പോൾ അഴീക്കോട് ലൈബ്രറി വത്സൻ എന്ന് പറയുന്ന ലൈബ്രറിയൻ ഉണ്ട് ഇപ്പോഴും. എൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേര് അതിനാണെന്ന് എൻ്റെ ഓർമ്മ. ഞാൻ അവിടെ പോയി ഒരു ഷോർട്ട് ടൈം വരച്ചാൽ 10 ദിവസം പോയാൽ ഞാനൊരു പുസ്തകം എടുത്തിട്ട് ഞാൻ വായിച്ചിരിക്കും. എനിക്ക് അവിടെ മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പോൾ എൻ്റെ പുസ്തകം അവിടെ ഉണ്ട്. അത് അദ്ദേഹം അവർക്ക് ഭയങ്കര ബഹുമാനത്തോടു കൂടി അവരെല്ലാം പരിഗണിക്കാറ്. വായന ഇഷ്ടപ്പെടുന്നവർക്ക് ആ. തീർച്ചയായിട്ടും നമുക്ക് ശരിയാണ്. ജീവ ഒരു ശ്വാസവുമാണ് തീർച്ചയായിട്ടും പുസ്തകം. അതെ, നമുക്കൊന്ന് കിട്ടിയാലും വായിക്കാം. Wind up ചെയ്യാം. എന്തായാലും നമുക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞങ്ങളുമായിട്ട് സഹകരിച്ചതിന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചതിന് വളരെ നന്ദി. താങ്ക് യു. എന്നെ എന്തായാലും കുറിച്ച് തുടർന്നും ഞങ്ങളുമായിട്ടുള്ള സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഉറപ്പായും. ഇന്റർനാഷണൽ ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്തഫ സാഹിബിന്റെ ഞങ്ങളെക്കാളും കൂടുതൽ ഒരു പക്ഷേ മുസ്തഫ സാഹിബിനെ നേരിട്ട് അറിയുന്ന ഒരു വ്യക്തി കൂടെയാവും, ഞങ്ങളെ നാട്ടുകാരനാവുകൊണ്ട് അതിൽ കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട്. അപ്പോ ഇൻഷാ അല്ലാഹ് എന്തായാലും നന്ദി, നമസ്കാരം. വളരെ സന്തോഷം ഇങ്ങനെ ഒരു അവസരം എന്നെ കുറിച്ച് ചോദിക്കാനും കാര്യങ്ങൾ അറിയാനുള്ള നിങ്ങളുടെ ആ ഒരു താല്പര്യത്തിന് അല്ല, അത് പൂർണ്ണമായിട്ടാണ് ഞങ്ങൾക്കും അറിയാം. കാരണം എന്താ വെച്ചാല് വളരെയധികം ബഹുമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഞാൻ സ്വീകരിക്കുകയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ സമയം ചെലവഴിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. താങ്ക് യു.